കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ഗ്രാമീണ ബാങ്കില് ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിരവധി ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ യോഗ്യത, ഏജ് ലിമിറ്റ്, അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ട സൈറ്റുകൾ, എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, അപ്പോൾ ഏതൊക്കെ തസ്തികകളാണ് ഒഴിവ് വന്നിട്ടുള്ളത്, ഓരോ തസ്തികയിലും ഏജ് ലിമിറ്റിന് വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ ഓരോ റിസർവേഷൻ സംവരണ വിഭാഗത്തിനുള്ള ഏജ് ലിമിറ്റിനുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ ഓരോ തസ്തികകളിലേക്കും അപേക്ഷിക്കാൻ വേണ്ട യോഗ്യതയെ സംബന്ധിച്ച് വ്യത്യസ്തമായ മാനദണ്ഡങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചും നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. കേരള ഗ്രാമീണ ബാങ്കിൽ 625ഓളം ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അതിൽ ഡിഗ്രി യോഗ്യതയുള്ള ഓഫീസ് അസിസ്റ്റന്റ് തസ്തിക 350ഓളം ഒഴിവുകളാണ് നിലവിൽ ഉള്ളത്. അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. ഓഫീസർ സ്കെയിൽ 1 വിഭാഗവും സ്കെയിൽ 2 വിഭാഗവും സ്കെയിൽ 3 വിഭാഗവും ഉണ്ട്. കൂടാതെ ഓഫീസ് അസിസ്റ്റന്റ്, അതായത് ക്ലറിക്കൽ ലെവലുള്ള നോട്ടിഫിക്കേഷനും കേരള ബാങ്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കേരള ഗ്രാമീണ ബാങ്കിൽ വിവിധ തസ്തികകളിലേക്കായിട്ട് 625 ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ IBPS മുഖേന അഖിലേന്ത്യാ തലത്തിലാണ് റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നത്. 635 ബ്രാഞ്ചുകളിലായി ഓഫീസർ സ്കെയിൽ 1 തസ്തികയിലേക്ക് 250 ഒഴിവുകളും സ്കെയിൽ 2 തസ്തികയിലേക്ക് 25 ഒഴിവുകളും ഓഫീസ് അസിസ്റ്റന്റ്, അതായത് ക്ലറിക്കൽ ലെവലില് തസ്തികയിലേക്ക് 350 ഒഴിവുകളാണ് ഉള്ളത്. യോഗ്യതയെ സംബന്ധിച്ച് ഓരോ തസ്തികയിലേക്കും യോഗ്യത വ്യത്യാസമുണ്ട്. ഓഫീസർ സ്കെയിൽ 1 തസ്തികയിലേക്കും ഓഫീസ് അസിസ്റ്റന്റ്, അതായത് ക്ലർക്ക് തസ്തികയിലേക്കും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം മിനിമം യോഗ്യതയാണ്. അതുപോലെ തന്നെ ഓഫീസർ സ്കെയിൽ 2 തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് കുറഞ്ഞത് 50% മാർക്കോട് കൂടിയ ബിരുദവും ബാങ്കിലോ അംഗീകൃത നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സ്ഥാപനത്തിലോ 2 വർഷം വരെയുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. വിശദമായ വിവരങ്ങളൊക്കെ തന്നെ അറിയുന്നതിന് വേണ്ടിയിട്ട് IBPS.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സന്ദർശിച്ചാൽ ഈ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ വിശദമായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഏജ് ലിമിറ്റിനെ സംബന്ധിച്ച് ഒന്ന് ചർച്ച ചെയ്യാം. ഏജ് ലിമിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക്, അതായത് ക്ലറിക്കൽ ലെവലുള്ള ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 28 ആണ്. അപ്പോൾ അതിൻ്റെ വർഷം നമുക്ക് നോക്കാം. 2/9/1997 ആൻഡ് ലേറ്റർ ദാൻ 1/9/2007 ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂസീവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 18 to 28 ആണ് ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള ഏജ് ലിമിറ്റ്. പക്ഷേ SC/ST-കാർക്കും OBC-കാർക്കും ഡിസബിലിറ്റിക്കാർക്കും വിഡോസിനും ഒക്കെ തന്നെ അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. SC/ST-കാർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും അതുപോലെ തന്നെ OBC-കാർക്ക് 3 വർഷത്തെ സംവരണവും ഡിസബിലിറ്റിക്കാർക്ക് 10 വർഷത്തെ സംവരണവും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഓഫീസർ സ്കെയിൽ 1, അതായത് അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്ക് 18 to 30 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ്. അതിൻ്റെ വർഷം നോക്കുകയാണെങ്കിൽ 2/9/1995 ആൻഡ് ലേറ്റർ ദാൻ 1/9/2007 ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂസീവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലും SC/ST OBC-കാർക്ക് ഡിസബിലിറ്റിക്കാർക്ക് അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത് ഓഫീസർ സ്കെയിൽ 2 മാനേജർ ലെവൽ തസ്തികയിലേക്ക്, അവിടെ എബവ് 21 ഇയേഴ്സ് ബിലോ 32 ഇയേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെയും വർഷം നമുക്ക് നോക്കാം. 2/9/1993 ആൻഡ് ലേറ്റർ ദാൻ 1/9/2004 ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂസീവ്. അടുത്തത് ഓഫീസർ സ്കെയിൽ 3 ആണ്, അതായത് സീനിയർ മാനേജർ തസ്തികയിലേക്ക്. അവിടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എബവ് 21 ഇയേഴ്സ് ബിലോ 40 ഇയേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നോക്കുക, 2/9/1985 ആൻഡ് ലേറ്റർ ദാൻ 1/9/2004 ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂസീവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ മാക്സിമം ഏജ് ലിമിറ്റ് സ്പെസിഫൈഡ് എബോവ് ഈസ് ആപ്ലിക്കബിൾ ടു ജനറൽ കാറ്റഗറി ആൻഡ് EWS കാറ്റഗറി കാൻഡിഡേറ്റ്സ് ഒൺലി. അപ്പോൾ ഫോർ അതർ കാറ്റഗറീസ് ദ ഫോളോയിങ് റിലാക്സേഷൻ വുഡ് അപ്ലൈ. ഏതാണ്? OBC-കാർക്ക് 3 വർഷവും SC/ST-കാർക്ക് 5 വർഷവും ഡിസബിലിറ്റിക്കാർക്ക് 10 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഓരോരുത്തരും അപേക്ഷ സമർപ്പിക്കാൻ വേണ്ട യോഗ്യത ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം പ്രസ്തുത തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഏജ് ലിമിറ്റ് ഞാനിപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അഥവാ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് IBPS.in എന്ന സൈറ്റിൽ നിങ്ങൾക്ക് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും ആദ്യം തന്നെ നിങ്ങൾ ഈ വെബ്സൈറ്റ് അഡ്രസ് IBPS.in എന്ന സൈറ്റിൽ കയറി നിങ്ങൾ ഓരോ തസ്തികയും എടുത്തു നോക്കി അതിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യരാണോ എന്നതിനെ കുറിച്ച് വിശദമായിട്ട് നോക്കിയതിന് ശേഷം അതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയും കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ വിശദമായിട്ട് നിങ്ങൾക്ക് IBPS.in സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. വിശദമായ വിവരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയുന്നതിന് വേണ്ടി പ്രസ്തുത സൈറ്റിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലഭ്യമാവുന്നതാണ്. അതുപോലെ തന്നെ പരീക്ഷയെ സംബന്ധിച്ചുള്ള വിവരങ്ങളും എങ്ങനെയാണ് എക്സാം എന്നതിനെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് പ്രസ്തുത സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും ലഭ്യമാവുന്നതാണ്. ഓൾ ഇന്ത്യ ലെവലിലാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. കേരളത്തിലും അതിന് ഒഴിവുകളുണ്ട്. എല്ലാ സംസ്ഥാനത്തും ഒഴിവുകളുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലും ഒഴിവുകളുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.